Good neighbor to bank on. Kodungalur Town Cooperative Bank. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ. കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണ സമാജം ഹാളിൽ ഏരിയ പ്രസിഡന്റ് PS ധനഞ്ജയന്റെ അധ്യക്ഷതയിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമ്മിണി കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. 3 ഗഡുക്കളായി 2000 രൂപ വീതം 6000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അതുകൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് 2000 രൂപ മുതൽ 8000 രൂപ വരെ ഉന്നത വിദ്യാഭ്യാസ ആനുകൂല്യമായി നമുക്ക് ലഭിച്ചു വരുന്നു. ഇങ്ങനെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ അംഗങ്ങൾ ഇന്നത്തെ സർക്കാരിന്റെ നിലപാടനുസരിച്ച് നമ്മുടെ അംഗങ്ങളെ ഒന്നുകൂടി ഉണർത്തി നമ്മുടെ അംഗങ്ങൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ കൂടി വാങ്ങിക്കൊടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി സംഘടന 2006 രൂപീകരിച്ചതാണ് നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ്. ആ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ ഒട്ടേറെ ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുത്തു വരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ 100 രൂപ അടയ്ക്കുമ്പോൾ അതിനെ നമ്മൾ 2020 മുതൽ ആ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സാന്ത്വനം പദ്ധതിയാക്കി മാറ്റി. ആ സാന്ത്വനം പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ദിവസം 1 രൂപ വീതം മാറ്റിവെച്ച് 360 രൂപ അടച്ച് നമ്മുടെ അംഗങ്ങൾക്ക് നമ്മുടെ ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമെ സംഘടനയിൽ നിന്നുകൂടി ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സാന്ത്വനം പദ്ധതിയാക്കി മാറ്റിയത്. ജില്ലാ കമ്മിറ്റി അംഗം അൻസിയ റഹ്മത്തുള്ള സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി TV ഗണേശൻ വാർഷിക റിപ്പോർട്ടും സുധാ ഹരിദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. AKTയുടെ സഹോദരിമാർക്ക് ഒറ്റത്തവണ പ്രസവാനുകൂല്യം കൊടുക്കാമെന്ന് പറഞ്ഞ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും അവർക്ക് ഒറ്റത്തവണ പ്രസവാനുകൂല്യം കൊടുക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇനിയും പെൻഷൻ റിട്ടയർമെന്റ് കുടിശ്ശിക കൊടുത്തു തീർക്കാത്തവർക്ക് എത്രയും വേഗം കൊടുക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി OS സതീശൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അംബിക വേണുഗോപാൽ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി PS ധനഞ്ജയൻ പ്രസിഡന്റായും TV ഗണേശൻ സെക്രട്ടറിയായും സുധാ ഹരിദാസ് ട്രഷററായും 25 അംഗ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു.